ഹായ് എവരി വൺ, ആൾ ഓഫ് യു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇന്ന് പറയാൻ പോകുന്നത് കേന്ദ്ര സർക്കാർ IRDA ആയി ജോലി നേടാനുള്ള അവസരം വന്നിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ്, ലാസ്റ്റ് ഡേറ്റ്, ക്വാളിഫിക്കേഷൻ എന്നിങ്ങനെയാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. ഓക്കെ. ദെൻ കേന്ദ്ര സർക്കാർ IRDA-യിൽ ജോലി. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA ഇപ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോലി. മൊത്തം 49 ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം. നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ ജോലി ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ്, IRDA റിക്രൂട്ട്മെൻറ്റ് 2024 ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. സ്ഥാപനത്തിൻ്റെ പേര് ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ IRDA. ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ്. റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് മാനേജർ. ഒഴിവുകളുടെ എണ്ണം 49 ആണ്. ജോലി സ്ഥലം ആൾ ഓവർ ഇന്ത്യ. ജോലിയുടെ ശമ്പളം 44,500. സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്ന ഒരു സാലറിയാണ്. പിന്നീട് 1,46,000 വരെ സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നിങ്ങൾ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈൻ മോഡിലാണ്. നെക്സ്റ്റ്, വാക്കൻസി ഡീറ്റെയിൽസ്, സാലറി ഡീറ്റെയിൽസ് നോക്കാം. തസ്തികയുടെ പേര് ആക്ച്വറിയ. വാക്കൻസി വന്നിട്ടുള്ളത് 5 ആണ്. ശമ്പളം 44,500. സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്ന സാലറിയാണ്. പിന്നീട് 1,46,000 വരെ സാലറി കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, ഫൈനാൻസ്. വാക്കൻസി 5 ആണ്. 44,500 വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും. പിന്നീട് 1,46,000 വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, തസ്തികയുടെ പേര് ലോ. വാക്കൻസി 5 ആണ് വന്നിട്ടുള്ളത്. സാലറി 44,500 സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കും. പിന്നീട് 1,46,000 വരെ കൂടുതലായി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, തസ്തികയുടെ പേര് IT. വാക്കൻസി 5 ആണ്. സാലറി 44,500. പിന്നീട് 1,46,000 വരെ. നെക്സ്റ്റ്, റിസർച്ച്. വാക്കൻസി വന്നിട്ടുള്ളത് 5 ആണ്. സാലറി 44,500. പിന്നീട് 1,46,000 വരെ. നെക്സ്റ്റ്, ജനറലിസ്റ്റ്. ഒഴിവുകളുടെ എണ്ണം 24 ആണ്. സാലറി 44,500. പിന്നീട് 1,06,000 വരെ കൂടുതലായ സാലറി ലഭിക്കുന്നതാണ്. നെക്സ്റ്റ്, പ്രധാനപ്പെട്ട തീയതികൾ. അപേക്ഷ ആരംഭിക്കുന്ന തീയതി 2024 ഓഗസ്റ്റ് 21 അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 2024 സെപ്റ്റംബർ 20 വരെ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. തസ്തികയുടെ പേര് ആക്ച്വറിയൽ. വിദ്യാഭ്യാസ യോഗ്യത ഗ്രാജുവേറ്റ്. ഫൈനാൻസ് ഗ്രാജുവേറ്റ്. ലോ ബാച്ചിലേഴ്സ് ഡിഗ്രി. IT ബാച്ചിലേഴ്സ് ഡിഗ്രി. റിസർച്ച് മാസ്റ്റേഴ്സ് ഡിഗ്രി. ജനറലിസ്റ്റ് ഗ്രാജുവേറ്റ്. ഇതിൽ പറഞ്ഞിട്ടുള്ള യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. OBC EWS ഫീമെയിൽ കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 750 രൂപയാണ് അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, SC ST കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. PWD കാറ്റഗറിയിൽപ്പെട്ടവർക്ക് 100 രൂപയാണ് അപേക്ഷാ ഫീസ്. നെക്സ്റ്റ് പറയുന്നത് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. തസ്തികയുടെ പേര് ആക്ച്വറിയൽ. 21 to 30. 21നും 30നും ഇടയിലുള്ളവർക്കും അതേ ഏജുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫൈനാൻസ് 21 to 30. 21നും 30നും ഇടയിലുള്ളവർക്കും അതേ ഏജുള്ളവർക്കും. ലോ 21 to 30. IT 21 to 30. റിസർച്ച് 21 to 30. ജനറലിസ്റ്റ് 21 to 30.
നെക്സ്റ്റ്, ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് എങ്ങനെയെന്നാണ് പറയുന്നത്. ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹോം പേജിൽ റിക്രൂട്ട്മെൻറ്റ് ലിങ്ക് തിരഞ്ഞെടുക്കുക. ഏത് തസ്തികയിലേക്കാണ് അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത്, അവയുടെ യോഗ്യതകൾ പരിശോധിക്കുക. അക്കൗണ്ട് സൈൻ അപ്പ് ചെയ്യുക. അപേക്ഷ പൂർത്തിയാക്കുക. ഫീസ് അടച്ച് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിടുന്ന ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. താങ്ക്